നമസ്തേ, യോഗയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സൂര്യ നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ സൂര്യ നമസ്കാരത്തിൻ്റെ ആദ്യത്തെ 3 സ്റ്റെപ്പുകൾ പഠിച്ചു. അതിന് കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള അടുത്ത 3 സ്റ്റെപ്പുകളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് പർവ്വതാസനം, അഷ്ടാംഗ നമസ്കാരം, ഭുജംഗാസനം. കൈ 2 നമസ്കാര മുദ്രയിൽ വയ്ക്കുക. കൈ മുന്നിലോട്ട് നീട്ടി ബാക്കിലോട്ട് ബെൻഡ് ചെയ്യുക. അതുപോലെ ഫ്രണ്ടിലോട്ട് കുനിയുക. ഇനി ഒരു കാല് ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്ത് വെച്ചേ. ഏതെങ്കിലും ഒരു കാല് മതി കേട്ടോ. ഓക്കെ. ഇനി മറ്റേ കാല് ഉപ്പൂറ്റി തറയിലൂന്നി കാല് ഉയർത്തിപ്പിടിച്ചേ. ഹിപ്പ് മറ്റേ കാലിൻ്റെ ഉപ്പൂറ്റി ഉയർത്തിപ്പിടിച്ച് കാല് ഉയർത്തിപ്പിടിക്കേ. ഇനി മറ്റേ കാല് പുറകിലേക്കെടുത്ത് കുനിഞ്ഞു നിൽക്കുക. പർവ്വതം. നിങ്ങളുടെ തള്ളവിരലിലോട്ട് നോക്ക്. ശരി. ഇനി മുട്ട് തറയിലൂന്നി നിവർന്ന് കിടക്കുക. ഇനി ഫ്ലാറ്റായിട്ട് കിടന്നേ. ഹിപ്പ് പൊക്കണ്ട. ഹിപ്പ് താഴ്ത്തി ഫ്ലാറ്റായിട്ട് കിടന്ന്. ഇനി പാമ്പാണേ. തലയും നെഞ്ചും വയറും പൊക്കുക. തെങ്ങിൻ്റെ മുകളിലോട്ട് നോക്കണം. ഓക്കെ. ഇനി പതുക്കെ എഴുന്നേറ്റ് വന്ന് കണ്ണടച്ചിരിക്കുക. ഇന്ന് നമ്മൾ സൂര്യ നമസ്കാരയുടെ അടുത്ത സ്റ്റെപ്പുകൾ പഠിച്ചു. പേര് ഞാൻ നേരത്തെ പറഞ്ഞു. പർവ്വതാസനം, അഷ്ടാംഗ നമസ്കാരം, ഭുജംഗാസനം. ഇന്ന് ചെയ്ത 3 ആസനാസിൻ്റെ മെയിൻ ആയിട്ടുള്ള എഫക്റ്റ് നമ്മളുടെ ബാക്കിലാണ്. ഈ 3 ആസനാസും അവരുടെ തോളും അതുപോലെ മുതുകു ഭാഗവും സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പം നമ്മളുടെ ആദ്യത്തെ എപ്പിസോഡിലെ 3 ആസനാസ് അവരുടെ ഫ്ലെക്സിബിലിറ്റി ആണെങ്കിൽ ഈ എപ്പിസോഡിലുള്ള 3 ആസനാസ് അവരുടെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള ആസനാസാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളെയും ഈ 3 ആസനാസ് അല്ലാതെയും പഠിപ്പിക്കണം, സൂര്യ നമസ്കാരയുടെ കൂടെയും ചേർത്ത് പഠിപ്പിക്കുക. അടുത്ത എപ്പിസോഡിൽ അടുത്ത ഭാഗങ്ങളുമായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.